ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല കിടിലൻ ടേസ്റ്റുള്ളൊരു ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റോടും സിമ്പിളായിട്ട് നമുക്ക് പുറത്തുനിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റോടുകൂടി തന്നെ ആർക്കും വീട്ടിലിത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട, അടിപൊളിയായിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം തയ്യാറാക്കേണ്ട എങ്ങനെയെന്ന് നോക്കിയാലോ. കൊണ്ടാട്ടം തയ്യാറാക്കാനായിട്ട് ഞാൻ 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചതാണ്. അപ്പോൾ എല്ലോട് കൂടിയ ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കൂടുതൽ ഇഷ്ടമായിരിക്കും ബോൺലെസ് വെച്ച് തയ്യാറാക്കുമ്പോൾ. എല്ലോട് കൂടിയ ചിക്കനാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് ഒരു അരമണിക്കൂറൊന്ന് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. സമയം ഉണ്ടെങ്കിൽ മസാലയൊക്കെ പുരട്ടിയിട്ട് തലേ ദിവസം ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് ചിക്കനിൽ മസാലയൊക്കെ പിടിക്കും. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നിറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഉപ്പ് അല്പം കുറവാണെങ്കിലും പ്രശ്നമാക്കണ്ട, നമുക്ക് മസാല തയ്യാറാക്കുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ ഇതിലേക്ക് 1 ചെറുനാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നീരിത്തിരി കുറവായിട്ടുള്ളത് കൊണ്ടാണ് 1 ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ട് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ചെറുനാരങ്ങയുടെ നീരനുസരിച്ച് ഇതിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തുക. ഒരുപാട് പുളിരസമായിട്ടുണ്ടായാലും നമ്മുടെ കൊണ്ടാട്ടം നന്നായിട്ടുണ്ടാവില്ല. ചെറിയൊരു പുളിരസം മതി. അതുപോലെ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ മസാല എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഓവർനൈറ്റ് വെക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നമുക്ക് അരമണിക്കൂർ കൊണ്ടും കൊണ്ടാട്ടം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 30 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3-4 തണ്ട് കറിവേപ്പിലയും, പിന്നെ ഞാനിതിവിടെ എരിവിന് വേണ്ടിയിട്ട് ചതച്ച മുളകാണ് കേട്ടോ നമ്മുടെ കൊണ്ടാട്ടത്തിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ ടേബിൾ സ്പൂണിന് 3 ടേബിൾ സ്പൂൺ നിറച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതാകുമ്പോൾ നമ്മൾ കുറച്ച് സ്പൈസ് ലെവൽ കുറയ്ക്കുക. കാരണം ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്കത് കഴിക്കാൻ വേണ്ടി എരിവിൻ്റെ അളവ് നമ്മൾ കുറച്ച് മാറ്റം വരുത്തുക. ഇപ്പോൾ രണ്ടും കൂടി ഇവിടെ ഒന്നിച്ചാക്കി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചതച്ച് ചേർക്കുമ്പോൾ ചിക്കനിലൊക്കെ നന്നായിട്ട് എല്ലാ മസാലയും പൊതിഞ്ഞ് കിട്ടും. ഇല്ലെങ്കിൽ മുളകൊക്കെ ഇങ്ങനെ വേറിട്ട് കിടക്കും, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കാം. ആ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് കോട്ടായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാടൊന്നും വേണ്ട, 1 ടേബിൾ സ്പൂൺ മാത്രം മതിയാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ആ സമയം കൊണ്ട് ഇവിടെ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ഓയിലും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ചേർക്കണം. വെളിച്ചെണ്ണയും ചെറിയ ഉള്ളിയും ചതച്ച മുളകുമാണ് കൊണ്ടാട്ടത്തിൻ്റെ സ്പെഷ്യൽ. വെളിച്ചെണ്ണ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ചിക്കൻ ഓരോ പീസും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഒരുപാട് ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സാധാരണ ഫ്രൈ തയ്യാറാക്കുന്ന രീതിയിൽ അത്രയ്ക്ക് അങ്ങോട്ട് ക്രിസ്പി ആവേണ്ട ആവശ്യമൊന്നുമില്ല. പുറമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് ഉള്ളു നല്ല സോഫ്റ്റായി കിട്ടിയാൽ മതി. അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ എളുപ്പമാണ്, നന്നായിട്ട് കുക്കായി കിട്ടും. അപ്പോൾ 2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇനി ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിടുന്ന സമയത്ത് നമുക്കൊന്ന് അടച്ചു വയ്ക്കണം. അങ്ങനെ അടച്ചു വയ്ക്കുമ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. ഉള്ളൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി. പുറം വശമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി. ഇപ്പോൾ മറിച്ചിട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കാം. 2 മിനിറ്റിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ചിക്കനിലുള്ള ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടും. അപ്പോൾ അതൊന്ന് വറ്റി വരുന്ന സമയം കൊണ്ട് ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കോരി മാറ്റുന്നതിന് 2 മിനിറ്റ് മുമ്പ് ഹൈ ഫ്ലെയിമിലേക്ക് ഇടണം. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ. കോരി മാറ്റുന്നതിന് മുമ്പ് ഹൈ ഫ്ലെയിമിലേക്ക് ഇടുക. എന്നിട്ട് നമുക്കത് എണ്ണയിൽ നിന്ന് കോരി ഒരു സ്റ്റെയിനറിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയും ഫ്രൈ ആയാൽ മതി, ഒരുപാട് ഫ്രൈ ആവരുത്. പുറം വശമൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. ഇപ്പോൾ ചിക്കൻ കംപ്ലീറ്റ് നമുക്ക് സ്റ്റെയിനറിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള ചിക്കനും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഒരു 2-3 ബാച്ചായിട്ടാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. വലിയ പാനൊക്കെ ആണെങ്കിൽ നമുക്ക് 1-2 പ്രാവശ്യമായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എപ്പോഴും ഫ്രൈ ചെയ്തെടുക്കാൻ കുഴിവുള്ള ചെറിയൊരു പാൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഓയിലിൻ്റെ അളവൊക്കെ നമുക്ക് ഒരുപാട് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓരോ പ്രാവശ്യം ഫ്രൈ ചെയ്യുമ്പോഴും ഇതുപോലെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. അതിനുശേഷം തിരിച്ചിട്ട് കൊടുക്കുക. വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ അടച്ചു വെച്ചിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ മാറ്റുക. ഇപ്പോൾ ചിക്കൻ മുഴുവനും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഞാൻ ഈ ഓയിലിൽ തന്നെയാണ് മസാലയും തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ വേറെ വെളിച്ചെണ്ണ എടുത്താൽ മതി. അപ്പോൾ ഈ ഓയിലിൽ തന്നെ ആകുമ്പം ആ മസാലയ്ക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ചിക്കൻ കംപ്ലീറ്റ് കോരി മാറ്റി. ഇനി നമുക്കിതിലേക്ക് ഒരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കരിഞ്ഞ് പോവാതെ കളറൊന്നും നഷ്ടപ്പെടാതെ നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് ചെയ്താൽ മതി. നന്നായിട്ട് മൊരിഞ്ഞും തന്നെ ഒരുപാട് കരിഞ്ഞും പോകരുത്. കറക്റ്റ് മൂത്ത് കിട്ടുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പം ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഒരു പിടി കറിവേപ്പിലയും അതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പം ചിക്കൻ്റെ മുകളിലേക്ക് കോരി മാറ്റുക. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കൻ്റെ മുകളിലേക്ക് ഇടാം. അപ്പോൾ ചിക്കൻ കംപ്ലീറ്റ് ഫ്രൈ ചെയ്ത് റെഡിയാക്കി എടുത്ത് മാറ്റി ഒരു സൈഡിലേക്ക് വെക്കാം. അപ്പോൾ ഇതുപോലെ മൊരിഞ്ഞ് കിട്ടിയാൽ മതി. ഇനി ആ സെയിം ഓയിലിൽ തന്നെ നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കാം. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 തണ്ട് കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുത്തു. ഒപ്പം തന്നെ ഒരു 3 പച്ചമുളക് നെടുവെ കീറിയത്. അപ്പോൾ ഇതൊന്നും മൊരിഞ്ഞ് വരട്ടെ. പച്ചമുളകൊന്നും മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞതാണ്. അത് ചേർത്ത് ഒന്ന് വാടി വന്നാൽ മതി. ഒരുപാട് മൊരിഞ്ഞ് പോകുമൊന്നും ചെയ്യണ്ട, ഒന്ന് വാടി വന്നാൽ മതി. വെളുത്തുള്ളി വാടി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും മുളകിൻ്റെയും കൂടെ കൂട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചെറിയ തീയിലിട്ടിട്ട് ഈ ഉള്ളിയും മുളകും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലപോലെ മൊരിഞ്ഞ് വരണം. ഉള്ളിയും മുളകും കരിഞ്ഞ് പോവാതെ ചെറിയ തീയിലിട്ടിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ചേർത്തിട്ടുള്ള ഉള്ളിയും മുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. ഇല്ലെങ്കിൽ നമ്മുടെ ചിക്കനിൽ അതിൻ്റെ ആ ഫ്ലേവർ ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായിട്ട് മൊരിഞ്ഞ് ആ പച്ച ടേസ്റ്റൊക്കെ മാറി കിട്ടണം. ഇപ്പോൾ നന്നായിട്ട് ഉള്ളിയും മുളകൊക്കെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടും കരിഞ്ഞു പോവാതെ ചെറിയ തീയിൽ കുറച്ച് സമയം എടുത്ത് ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ ചിക്കൻ്റെ പീസ് ഒരെണ്ണം കഴിച്ച് നോക്കിയിട്ട് അതിൽ ഉപ്പ് കുറവാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികളുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. കാശ്മീരി മുളക് പൊടിക്ക് ഒരിത്തിരി മുളകിൻ്റെ കുത്ത് കൂടുതലാണ്. അത് നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ടൊമാറ്റോ കെച്ചപ്പ് ഇല്ലെങ്കിൽ നമ്മളൊരു മീഡിയം വലുപ്പത്തിലുള്ള 2 തക്കാളി ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ടൊമാറ്റോ കെച്ചപ്പ് ചേർത്താൽ മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ആ ഒരു ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ എല്ലാം കൂടെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാരയുടെ അളവ് കൂടണ്ട, 1/2 ടീസ്പൂൺ തന്നെ മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് 1/2 കപ്പ് തിളച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളം ഒഴിക്കരുത്, തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. ഒരുപാട് വേണ്ട, 1/2 കപ്പ് മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഗ്രേവി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ആ സോസിൻ്റെ ഒക്കെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് പോയി നല്ല കറക്റ്റ് ആവട്ടെ. ഇനി സോസിൻ്റെ ഒക്കെ ടേസ്റ്റ് നോക്കുക. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ചിലർക്ക് ഗരം മസാലയുടെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ക്യാമറയിൽ വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത്
മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ ചിക്കൻ കൊണ്ടാട്ടം. നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും സൈഡായിട്ട് ഉപയോഗിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മസാല നന്നായിട്ട് നമ്മുടെ ചിക്കനിലൊക്കെ ഒന്ന് കോട്ടാവുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ സമയമെടുത്ത് വരട്ടിയെടുക്കുക. അപ്പോൾ നല്ല ഡാർക്ക് കളറാണ് കേട്ടോ. അപ്പോൾ ഫൈനലായിട്ട് നമുക്കിതിലേക്ക് ഇത്തിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇതാ നമ്മുടെ കിടിലൻ ടേസ്റ്റുള്ള ചിക്കൻ കൊണ്ടാട്ടം തയ്യാറായിട്ടുണ്ട്. ഇനി ചൂടോടുകൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ അതോട് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നത് നമുക്ക് കൂടുതൽ സന്തോഷമാണ്, കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം കൂടിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ല നല്ല ഡിഷസുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.